നമ്മുടെ ബാൽക്കണിയിൽ ഇട്ടേക്കണ ഈ ഒരു വിൻഡോ ബ്ലൈൻഡ് എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി ഒരു വെൻ തട്ടിപ്പായിരുന്നു എന്നുള്ളൊരു സംഭവമാണ്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോണത്. ആക്ച്വലി ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ ഇവിടെ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 2 ചെറുക്കന്മാർ വന്നിട്ട് പറഞ്ഞു അവരുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് ഓഫറായിട്ട് ഒരു ഷീറ്റ്, അതായത് ഒരെണ്ണത്തിന് 750 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോയിൽ കുറച്ച് വെയിലകത്തേക്ക് കിടക്കുന്നത് കൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് ബ്ലൈൻഡ് ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതിന് കുറേ പ്രശ്നം ചോദിച്ചിട്ടോ. അപ്പോൾ കറക്റ്റ് ഇത് എന്ത് ഇത്ര റേറ്റ് കുറവ്? ബിക്കോസ് ഇതിന് നല്ല വ്യത്യാസം, നല്ല റേറ്റ് ഉള്ള സംഭവമാണ് ഈ PVC വിൻഡോ ബ്ലൈൻഡ്സിന്. അപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ കടേൻ്റെ പുതിയ ഇന്നത്തെ ഇനോഗ്രേഷൻ ഓഫറാണ്. എന്തോ 10 പേർക്ക് എന്തോ അവർ വീട്ടിൽ കയറി ചെക്ക് ചെയ്തിട്ട് അവർ ഈ ഇനോഗ്രൽ ഓഫറിന് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ, അതായത് ഒരു ഷീറ്റിന് എന്താ പറയുക 750 രൂപ. അപ്പോൾ അച്ഛനും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പെട്ടെന്ന് തട്ടിപ്പിൽ വിടുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ 100 പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ അവസാനം ഇട്ട് കഴിഞ്ഞിട്ട് വേറെ റേറ്റ് പറയുമോ? ഇല്ല സാർ, ഇത് നമ്മളുടെ ഇനോഗ്രേഷൻ ഓഫറാണ്, നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് സാധനം കാണണം എന്ന് പറഞ്ഞു. കാണണം എന്ന് പറഞ്ഞിട്ട് അവർ റോള് പോയി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ആ സാധനം കാണിച്ചു തന്നതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്റ്റുഡിയോ അതിങ്ങനെ റോൾ ചെയ്ത് കയറ്റാൻ പറ്റത്തില്ല, അതിങ്ങനെ വെറുതെ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് റോൾ ചെയ്ത് കയറ്റാൻ പറ്റത്തില്ല, അപ്പോൾ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് നമ്മുടെ സ്റ്റുഡിയോൻ്റെ പുറത്ത്, അവിടെ നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, എന്നാൽ പിന്നെ അവിടെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു അവിടെ എത്ര പീസ് ഇടണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെന്ത് 2-3 പീസ് ഒക്കെ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത്. ബിക്കോസ് ഒരു ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇത്ര ലെങ്ത് ഉണ്ടല്ലോ, അതിന് 750 രൂപ ഉള്ളൂ, ഭയങ്കര ലാഭമല്ലേ, അടിപൊളി പരിപാടിയല്ലേ എന്നുണ്ട്. ഞാനപ്പോൾ 100 പ്രാവശ്യം ചോദിച്ചു, ഞാൻ നമ്പർ വാങ്ങിച്ചെടുത്തു, ഡീറ്റെയിൽസ് എടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ഇതിൽ റേറ്റ് കൂടാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തെന്നറിയോ, ഇവർ ഇട്ടു. അതായത് ഇവിടെ അകത്തല്ല, പുറത്താണ് ഇട്ടത്. പുറത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ റേറ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നത് വേറൊരു ചെറുക്കനാണ്. മനസ്സിലായോ? 2 ചെറുക്കന്മാരാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നത്. റേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറുക്കൻ വന്നു. ആ ചെറുക്കൻ വന്നിട്ട് പറയുകയാണ് ഇതിന് 23,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഈ റേറ്റിലല്ലേ പറഞ്ഞത്, 750 രൂപയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പറയാതെ അവന്മാർ പറഞ്ഞിട്ട് തെറ്റിപ്പോയതാണ്, അയ്യോ ഞങ്ങളുടെ പണി പോകും. ഭയങ്കര ബഹളം, അച്ഛനും അവരും കൂടി അടിയായി. ഞാനാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് കയറി. അച്ഛൻ പറഞ്ഞു ചെയ്തോളുന്നുണ്ട്, ഞാൻ അകത്തേക്ക് കയറി പോരുകയും ചെയ്തു. പക്ഷേ പിന്നെ മനസ്സിലായത് ഇവന്മാർ ഭയങ്കര തട്ടിപ്പായിരുന്നു. അതായത് 2 പേര് വന്നിട്ട് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് 3-ാമൻ പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് പറയും ഞാൻ അറിയാതെ ഇവർക്ക് തെറ്റ് പറ്റിയതാണ്, ഞങ്ങളുടെ മുതലാളി കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി പോകും, ഞങ്ങളുടെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഇനോഗ്രൽ ഓഫറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കില്ല. പക്ഷേ ഞങ്ങൾ ആ പൈസ കൊടുത്തില്ല, അച്ഛൻ അത് കൊടുത്തില്ല. അച്ഛൻ പറഞ്ഞ് തരില്ല, നിങ്ങൾ ഊരിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛനും അവരുമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് 750 രൂപ ഒരു ഷീറ്റിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല, നിങ്ങൾ ഊരിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ ഊരത്തില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ എന്ത് ചെയ്താൽ അവർ ഊരില്ല എന്ന് അവർ പറഞ്ഞ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്നാൽ 20,000 രൂപ തരൂ, 20,000 രൂപ തരൂ, പിന്നെ 15,000 രൂപ തരൂ, അങ്ങനെ 10,000 രൂപ തരൂ. അവരങ്ങനെ ബാർഗെയിൻ ചെയ്ത് അച്ഛന് ഓൾറെഡി ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള കൊട്ടേഷൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അത് 10 പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു 5,000 രൂപ തരാം, വേണമെങ്കിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ 5,000 രൂപ പറ്റില്ല സാറേ, 7,000 രൂപ. അച്ഛൻ പറഞ്ഞു അല്ല 10,000 രൂപ തന്നെ വേണം, ഞങ്ങൾ മുതലാളി കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം. അച്ഛൻ പറഞ്ഞ് ലാസ്റ്റ് 8,000 രൂപേൻ്റെ അപ്പുറത്തേക്ക് ഒരു 5 പൈസയും തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛനും അവരുടെ അടിയായി. അച്ഛൻ 8,000 രൂപ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞില്ല, കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്താണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അവൻ എന്നെ വിളിക്കണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തിനാ അച്ഛൻ കൊടുക്കാൻ വേണ്ടി പോയത്, ഞാൻ അവനോട് 100 പ്രാവശ്യം ചോദിച്ചതാണ് എന്താണ് സത്യമാണെന്ന് വെച്ചപ്പോഴത്തേക്ക് എന്തിനാണ് അവനെ പറഞ്ഞത്, പിന്നെ എന്ത് നമ്മൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഞാനും അച്ഛനും അമ്മയും കൂടി ഭയങ്കര ഡിസ്കഷനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ഫ്രണ്ടിന് ഇതേ പറ്റൽ പറ്റി. അത് ആ ആൻറ്റി അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഇതുപോലെ തന്നെ ചെറിയ പൈസ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പുറത്തൊരാൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. എന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ 2 ഇൻസ്റ്റാളിൻ്റെ സ്റ്റാഫാണ്, അവർ പറഞ്ഞ് തെറ്റിപ്പോയതാണ്, ഇത്രയാണ് പൈസ എന്നിട്ട് ആ ആൻറ്റി അന്ന് 17,000 രൂപ കൊടുക്കേണ്ടി വന്നു. മനസ്സിലായി? ഇതുപോലെ ചില്ലറ പൈസയാണ് പറയുന്നത്, പക്ഷേ അവർ ഒരു തട്ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ഇത് പറഞ്ഞു ഇത് സ്ഥിരം നടക്കുന്ന ഒരു തട്ടിപ്പാണ്. ഈ ബ്ലൈൻഡ്സിൻ്റെ പേരിൽ ചെറിയ പൈസ എന്ന് പറഞ്ഞിട്ട് ആദ്യം വരും, പിന്നെ ഇവർ ഒറ്റ വലിയ പൈസ അങ്ങോട്ട് ആക്കും. സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പേടിച്ച് വീട്ടുകാർ അറിഞ്ഞാൽ കൊല്ലും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരറിഞ്ഞാൽ ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ പൈസ കൊടുത്ത് ഒതുക്കും. അല്ലാത്ത ഇപ്പം അച്ഛന് കാര്യം അറിയാവുന്നത് കൊണ്ടും അച്ഛന് നേരത്തെ കിട്ടിയ കൊട്ടേഷൻ ഇതിനേക്കാൾ കൂടുതലായതുകൊണ്ടും അച്ഛൻ കുറവ് പൈസ കൊടുത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ലാഭമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലോ. അപ്പോൾ അതല്ല ഇവരുടെ ഈ തട്ടിപ്പിൽ വീഴുന്ന ആൾക്കാർ അലേർട്ടായിട്ടിരുന്നോളൂ. ഇങ്ങനത്തെ ഈ PVC ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ബി വെരി കെയർഫുൾ. വേണമെങ്കിൽ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഷോറൂമിലോ പോയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് കൊട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ
നിങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ റാൻഡംലി നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ചെക്കന്മാരെ നിങ്ങൾ അടുപ്പിക്കരുത്. എല്ലാവരും തട്ടിപ്പാന്ന് പറയില്ല, പക്ഷേ ഇത് ഭയങ്കര ഒരു വലിയ തട്ടിപ്പാണ്. സോ ബി വെയർ.